ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ISL സീസൺ ആയിരുന്നു ഇത്. ഇന്നലത്തോടുകൂടി ISLന് വിരാമമായിട്ടുണ്ട്. ഈസ്റ്റ് ബംഗാൾ കിരീടം നേടുകയായിരുന്നു. 22 വർഷത്തെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയിലെ ടോപ്പ് ഫ്ലൈറ്റ് ലീഗ് കിരീടം ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കുന്നത്. 1-2 ഗോളുകൾക്ക് ഇന്റർ കാശിയെ അവർ പരാജയപ്പെടുത്തി. അങ്ങനെയാണ് വലിയ ഒരു കാത്തിരിപ്പിന് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ വിരാമം കുറിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കോമ്പറ്റീഷനിലെ ഗോൾഡൻ ബോൾ, ഗോൾഡൻ ബൂട്ട്, അതുപോലെ തന്നെ ഗോൾഡൻ ഗ്ലൗവ്, ഇതൊക്കെ ആരാണ് സ്വന്തമാക്കിയത്? അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയത് ഈസ്റ്റ് ബംഗാളിന്റെ സൂപ്പർ സ്ട്രൈക്കറായ യൂസഫ് എസ്സജാരിയാണ്. 11 ഗോളുകളാണ് അദ്ദേഹം ഈ ടൂർണമെന്റിൽ നേടിയിട്ടുള്ളത്. ഇന്നലത്തെ മത്സരത്തിൽ ഇന്റർ കാശിക്കെതിരെ ഗോൾ നേടാൻ യൂസഫിന് കഴിഞ്ഞിരുന്നു. അതോടുകൂടിയാണ് അദ്ദേഹം 11 ഗോളുകൾ പൂർത്തിയാക്കിയത്. ഗോൾഡൻ ബൂട്ട് അദ്ദേഹം സ്വന്തമാക്കി. ജാമി മക്ലാരൻ 10 ഗോളുകൾ നേടിക്കൊണ്ട് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയായിരുന്നു. ഇനി ഗോൾഡൻ ബോൾ നേടിയത് ഈസ്റ്റ് ബംഗാളിന്റെ തന്നെ മിഗേൽ ഫിഗൈരയാണ്. മികച്ച പ്രകടനമാണ് മിഗേൽ ഫിഗൈര ഈ ടൂർണമെന്റിൽ ഉടനീളം പുറത്തെടുത്തിട്ടുള്ളത്. ആകെ 7 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതായത് 2 ഗോളുകളും 5 അസിസ്റ്റുകളും മിഗേൽ ഫിഗൈര സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ISL സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ സ്വന്തമാക്കിയ താരങ്ങളിൽ ഒരാളാണ് മിഗേൽ ഫിഗൈര. അതുകൊണ്ടാണ് ഇപ്പോൾ ഗോൾഡൻ ബോൾ പുരസ്കാരം അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും മികച്ച താരമായിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മിഗേൽ ഫിഗൈരയാണ്. ഇനി ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത് FC ഗോവയുടെ ഗോൾ കീപ്പറായ ഹൃതിക് തിവാരിയാണ്. മികച്ച പ്രകടനം തിവാരി ഇപ്പോൾ ISLൽ പുറത്തെടുത്തിട്ടുണ്ട്. 10 മത്സരങ്ങളാണ് ഗോവയ്ക്ക് വേണ്ടി ഹൃതിക് തിവാരി കളിച്ചിട്ടുള്ളത്. അതിൽ 5 മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച രൂപത്തിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനാണ് ഗോൾഡൻ ഗ്ലൗ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് പുരസ്കാരങ്ങൾ ഒന്നും ഇല്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.